ഹായ്, ദേവൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ വരികയാണ്. നമ്മൾ ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള സദ്യവട്ടത്തിൻ്റെ ഐറ്റംസൊക്കെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി തൈരാണ് ഞാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം 101 കറിക്ക് തുല്യം എന്നാണ് പറയുന്നത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ സദ്യവട്ടത്തിലെല്ലാം ആയി പഴമക്കാർ പറയാറ്. അപ്പോൾ ഇഞ്ചി തൈര് ആണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പുളിയിഞ്ചി, അതായത് ഇത് വടക്കോട്ടാണ് ഈ ഇഞ്ചി തൈര് പ്രാധാന്യം. തെക്കോട്ട് നമ്മളെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ പുളിയിഞ്ചിക്കാണ് കൂടുതൽ പ്രാധാന്യം കണ്ടിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇഞ്ചി തൈര് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് ഇമ്പോർട്ടൻസ്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. വേണ്ടത്, അതായത് തേങ്ങ ചേർത്തും ഇഞ്ചി തൈര് ഉണ്ടാക്കും, തേങ്ങ ചേർക്കാതെയും ഇഞ്ചി തൈര് ഉണ്ടാക്കും. ഈ തൈരും ഇഞ്ചിയും മാത്രം ഇട്ടിട്ടും ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് 1/2 കപ്പ് തേങ്ങ, പിന്നെ ഇത്ര പീസിൽ ഇത്ര വലിപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ്. അത് കഴുകി വൃത്തിയാക്കി തോലൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ അരിയുമ്പോൾ ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരുമായിരിക്കും. പിന്നെ വേണ്ടത് പച്ചമുളക് ചേർക്കാതെയും ചെയ്യാം. ഞാൻ ഒരു പച്ചമുളക് എന്തായാലും ചേർക്കുന്നുണ്ട്. ഇത് മൂന്നും നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് മഷി പോലെ എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. ഒരു 1/2 തൊട്ട് 1/4 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ലാസ്റ്റ്. പിന്നെ വേണ്ടത് ഉപ്പ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ച് ആദ്യം കൊണ്ടുവരാം. അപ്പോൾ ഇത് ഇഞ്ചിയും തേങ്ങയും പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ പാകം. ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അധികം പുളിയില്ലാത്ത തൈരെടുക്കാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ഉണ്ടാക്കാം. എന്നാൽ ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ 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 പവർഫുള്ളുമാണ്. ദഹനത്തിനായാലും സദ്യ കഴിച്ചിട്ട് മത്ത് പിടിക്കുകയൊക്കെ ചെയ്താൽ ഇത് ശകലം ഒന്ന് കഴിച്ചാൽ മതി. നമ്മുടെ വയറിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സിമ്പിളായ അതേസമയം വളരെ പവർഫുള്ളായ ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. സദ്യവട്ടത്തിലെ പ്രധാന ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓണത്തിന് ഒരു നല്ല തുടക്കം എല്ലാവർക്കും ആശംസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.